അതുപോലെ 40 രൂപ 41 രൂപ 50 രൂപ 2 അയ്യോ നല്ല വെയിറ്റ് കുറച്ച് തേങ്ങി പോകാം. ഒന്ന് പോകാൻ തുടക്കട്ടെ ഏട്ടാ, ശരി ഗ്ലാമർ പറ്റേന്ന് പറഞ്ഞിട്ടാണ് വെയിലൊക്കെ കൊണ്ടിട്ടേ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എ ടു സെറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു പുതുപുത്തൻ കാഴ്ചകൾ കാണാൻ പോകണം. എന്താണെന്നറിയോ, ഒരു അടിപൊളി മാർക്കറ്റ് ഉണ്ട് നമ്മുടെ കോട്ടായി പഞ്ചായത്തിൽ അയ്യംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അടിപൊളി മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ ലീലാവിലാസങ്ങളൊന്ന് കാണാൻ പോകണം. ലീലാവിലാസം പറഞ്ഞാൽ അവിടെ വരുന്ന സാധനങ്ങൾ ഫ്രഷായിട്ടായിരിക്കും കർഷകർ കൊണ്ടുവരുന്നത്. ആ ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ആ ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്, ഏതൊക്കെയാണ് കൊണ്ടുവരുന്നത്, നമ്മളതെങ്ങനെയാണ് ലേലം ചെയ്യുന്നത്, ഓരോന്നിൻ്റെ നിലവാരം എന്താണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ലൈവായിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നല്ല നൈസായിട്ട് വിട്ടാലോ, കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം, കണ്ടിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ നൈസായിട്ട് അയ്യംകുളത്തേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയ്യംകുളത്ത് എത്തിയിരിക്കുകയാണ്. നിറയെ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട് ലേലം വിളിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരാളുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ നൈസായിട്ട് കുറച്ച് നെല്ലിക്കയും കാര്യങ്ങളുണ്ടായിരുന്നു, മെല്ലെ തൂക്കിയിട്ട് ഞാൻ മെല്ലെ സ്ഥലം വിട്ടു. അത് കഴിഞ്ഞ് അവർ തൂക്കിയാണ്, ഓരോ മാമ്പഴമൊക്കെ കൊണ്ടുവരുന്ന തൂക്കം ചീട്ട് കാര്യങ്ങളൊക്കെ എഴുതി ക്ലിയറാക്കി അതിൽ വയ്ക്കുകയാണ് തൂക്കങ്ങളൊക്കെ. അതുപോലെ തന്നെ ഓരോരോ സാധനം ചീര കെട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോരോ അടിക്ക് നല്ല ഫ്രഷായിട്ട് വെക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മാമ്പഴങ്ങളുടെ വലിയ ലിസ്റ്റ് നോക്കണം എത്ര കിലോ ഉണ്ടെന്നൊക്കെ. അതുപോലെയുള്ള കാര്യങ്ങൾ. ചക്ക നല്ല അടിപൊളി നാടൻ ചക്ക വന്നിട്ടുണ്ട്, നല്ല വെറൈറ്റി അടിപൊളി മാമ്പഴം വന്നിട്ടുണ്ട്. എന്താ പേരെന്ന് ചോദിച്ചാൽ നമുക്കും അറിയില്ല. ലോകത്തില്ലാത്ത മാമ്പഴങ്ങൾ മൊത്തം ഉണ്ട് അവിടെ, എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മുടെ രാജാവെന്ന് വിശേഷിക്കുന്ന കുട്ടേട്ടൻ നമ്മുടെ ലേലം വിളിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ ലേലം വിളിയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ. നടത്തിക്കാൻ നാടകമല്ലവാ ഇത് നട്ടകത്താൻ കരുതി എനക്കൊരു കോയിൽ എനക്കൊരു ഭക്തർ ഉഷാറായി കേട്ടോ. ന്യായമായ പുള്ളിയുണ്ട്, ലേലം പുള്ളിയുണ്ട് അല്ലേ? എങ്ങനെ വേണേ ഇറക്കാം പുള്ളി 10 രൂപ 10 രൂപ 10 10 രൂപ 15 രൂപ 11 1.5 രൂപ 1 2 രൂപ 12 2.5 രൂപ 2 രൂപ 3 രൂപ 3 രൂപ 3.5 രൂപ 3.5 മിസ്റ്റർ കെ വി എടുക്കും 13 മിസ്റ്റർ കെ വി ചിതെടുക്കും ജെപി അഭ്യാസങ്ങൾ 10 രൂപ 10 10 രൂപ 10 രൂപ 15 രൂപ 15 രൂപ 2 രൂപ 12 12 രൂപ 12 രൂപ 12 പാലക്കാട് ചോപ്പ് വിളി 15 രൂപ 15 രൂപ 5 രൂപ 15 16 രൂപ 16 രൂപ 16 മിസ്റ്റർ പി എം ജെപിയിലേക്ക് ധൈര്യത്തിന് സമ്മതിക്കേണ്ടാവും. 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ 11 രൂപ 11 രൂപ 11 മിസ്റ്റർ ജെ പി എടുക്കും. ഇന്നിങ്ങനെ ചാക്ക് കെട്ട്, ഈ ചാക്ക് കെട്ട് കിടക്കുമ്പോഴും വെച്ച കെട്ടിട അല്ല, ചാക്ക് കിടക്കി വെക്കുമ്പോൾ കെട്ടിട അതാ ചോപ്പും പച്ചയും കൂടി ഉള്ളത്. 10 രൂപ 10 15 രൂപ 15 രൂപ 1.5 രൂപ 1 രൂപ 2 രൂപ 2 രൂപ 2 രൂപ 2 രൂപ 3 രൂപ 3.5 രൂപ 3 4 രൂപ 5 രൂപ 15 മിസ്റ്റർ കെ വി എടുക്കും. 50 എണ്ണം ഉണ്ട്. 50 നമ്മുടെ 50 രൂപ 50 രൂപ 50 രൂപ 51 രൂപ 51 5 രൂപ 6 രൂപ 7 രൂപ 8 9 60 1 5 6 70 71 ഒരു മാസം പൈസ കൊടുത്തില്ല. അതാണ് ഓണം പുഴമ്പള്ളിയില്ല അടുത്ത ഇവിടെ 30 രൂപ 31 രൂപ 2 3 രൂപ 4 രൂപ 5 രൂപ 40 രൂപ 1 രൂപ 45 രൂപ 45 മിസ്റ്റർ കെ വി എടുക്കും. കെ വി എൻ്റെ പൊന്നു ചേട്ടായിമാരെ, ഇവിടെ നോക്കി നിന്നില്ലെങ്കിലേ ട്രൗസർ എടുത്തിട്ട് പോകട്ടെ. അതാണ് ഇവിടുത്തെ ലേലം വിളി, ഒന്നും പറയണ്ട. അപ്പോൾ ഇവിടുത്തെ ലേലം വിളി നല്ല രസകരമായ ലേലം വിളിയാണ്, കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. നിറയെ ആളുകളുണ്ടാവും, നിറയെ ആളുകൾ സാധനം മേടിക്കാനും അതുപോലെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് കച്ചവടക്കാരും ആയിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. വെറൈറ്റി കിട്ടിലും മാമ്പഴങ്ങൾ കാര്യങ്ങൾ അതുപോലെ ഉള്ള സാധനങ്ങൾ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയുക, നല്ല രസമാണ് ഇവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും കാണാൻ. എവിടെ കേന്ദ്ര മുതലേതൊക്കെ നാടൻ 20 രൂപ 21 പേര് പറഞ്ഞോളൂ. മജീദ് കാ ഇത് വിളിക്കാശണം. ചന്തക്കാരത്തിന്റെ കൊട്ട ഫ്രീ, കൊട്ട നമുക്ക് തരണ്ട. ആരെടുത്താണ് ഇതിന്റെ കൊട്ട നമുക്ക് തരണ്ട.
പുളിക്ക് 10 രൂപ പുളി 10 രൂപ രണ്ടാള് 10 രൂപ 500 രൂപ 12 12 13 രൂപ 14 13 രൂപ 14 5 രൂപ 15 5 രൂപ 15 രൂപ 16 രൂപ 16 രൂപ 16 രൂപ 16 അതേ മസ്ജിദ് ഒരു മാസം കൊണ്ട് കഴിക്കുന്നത് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് മിസ്റ്റർ സഫി എടുക്കും നീലം പഠിപ്പിക്കാൻ പറ്റിയിരിക്കും നീലം നീലം പഠിപ്പിക്കാം ഇവിടെ 10 അല്ല 15 രൂപ 16 രൂപ 16 രൂപ 17 രൂപ 17 രൂപ 18 രൂപ 18 19 20 രൂപ 21 2 3 4 5 6 7 8 9 30 31 2 3 4 5 35 PM അതേ ആളുടെ 21 21 21 22 23 ഏറ്റു എടുക്കൂ 20 രൂപ അല്ല മൊത്തം 50 രൂപ മൊത്തം 50 മൊത്തം 50 ഇവിടെ 20 രൂപ ഇവിടെ മൊത്തം 40 മൊത്തം 40 മൊത്തം 40 രൂപ ഇങ്ങോട്ട് 20 രൂപ മൊത്തം നാളേരം പുള്ളി 25 നാളേരം 26 27 28 മിസ്റ്റർ അയ്യപ്പ എടുക്കും അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ കുട്ടേട്ടൻ്റെ ലേലം വിളി കണ്ടല്ലോ, എന്ത് രസമാണെന്ന് അറിയാം. ആൾ ജഗതിനെ പോലെയാണ്, വെറും കോമഡി പീസ്. അപ്പോൾ നോക്കിയാൽ നല്ല മാമ്പഴങ്ങൾ, അതുപോലെ എന്ത് മാങ്ങയാണെന്നോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി വന്നിട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല അടിപൊളി വെണ്ടയ്ക്ക വരും, നല്ല കത്തിരിക്ക വരും, അതുപോലെയുള്ള തെയ്യുകളില്ലേ നമ്മുടെ മുളക് തെയ്യ്, പൊള്ളമുളകിൻ്റെ തെയ്യ്, വെള്ളമുളക്, അതുപോലുള്ള നല്ല വെറൈറ്റി ആയിരിക്കും. കാന്താരി മുളക്, അമ്പാഴങ്ങ, അങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ, നല്ല പൂളക്കിഴങ്ങ്, ചേമ്പ് കിഴങ്ങ്, കടച്ചക്ക, അതുപോലെ. അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ ഇടി പൊട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കൂണ് വരാൻ. കൂണൊക്കെ എൻ്റെ പൊന്നും 1000 രൂപയ്ക്കൊക്കെ ലേലം പോകാറ്, 1000 മേലേക്കൊക്കെ പോയിട്ടുണ്ട്, പോകാറുണ്ട് അവിടെ. അപ്പോൾ ഇതാ മാമ്പഴം ലേലം വിളിക്കാൻ, ചക്ക വിളിക്കാനുള്ള പരിപാടിയിലാണ് അവർ. ചക്കക്കിടക്ക് എന്താ വില എന്നറിയോ, 2 ചക്കയൊക്കെ 300 400 രൂപ 500 രൂപയ്ക്കൊക്കെയാണ് ചക്ക ലേലം പോകുന്നത്. എന്നാൽ ചക്കയുടെ ലേലം ഒന്നും ആയിക്കോട്ടെ. നല്ല മൂപ്പായുള്ളതാണ്. 3 ചക്ക വിളി 100 രൂപയുടെ 110 120 130 121 150 160 മൊത്തം 3 എണ്ണം 200 രൂപ 210 210 210 210 20 30 250 ചേട്ടായിമാരെ ഞാൻ പറഞ്ഞില്ലേ, നോക്കി ലേലം വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ട്രൗസർ പോകുന്നു. നോക്കിക്കോട്ടെ, ഒരു അച്ഛനിപ്പോൾ വിളിച്ച് പെടുന്ന സീനാ കാണണേ, നോക്കിക്കോളൂ. 55 രൂപ 60 രൂപ 65 രൂപ 70 രൂപ 75 രൂപ 75 80 രൂപ 80 രൂപ 85 പേര് പറയൂ. ആള് ലേലം അറിയാതെ വലിയ കമ്മിയിൽ വിളിച്ചതാണ്. ആള് ഒരു പെട്ടി മാമ്പഴം 85 രൂപയ്ക്ക് കൊണ്ട് ലേലം ഒറ്റ വിളിച്ചാണ്. സംഭവം പെട്ടു. അത് മൊത്തം 10,400 എന്തോ വില വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടു ആള് വിളിച്ചാണ്. തന്തയും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി മഞ്ഞ, നല്ല അടിപൊളി പൂളക്കിഴങ്ങ് ഇരിക്കുന്ന സീൻ കണ്ട. നല്ല അടിപൊളിയായിട്ടില്ല ഭംഗി, നല്ല കാണാനായിട്ട്. നല്ല അയ്യങ്കുളത്തിലെ ആളുകളൊക്കെ സാധനങ്ങൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കണ്ടില്ല കാരണവന്മാർ കുശലം പറയുന്നത്, ലേലം വിളിച്ച് കഴിഞ്ഞ് ഇപ്പുറത്ത് സംസാരിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓരോ കഥ പറയണേ.
ലോഡ് ഓരോരുത്തർ കയറ്റി വെച്ചു. പിന്നെ അതുപോലെ തന്നെ കായ്ക്കൊലകൾ ഇനിയും അവിടെ ഉണ്ട്, സൈഡിൽ ലേലം വിളിക്കാനുള്ളതുണ്ട്. അപ്പോൾ അത്യാവശ്യം അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ അങ്ങനെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഇതാണ് ലീലാവിലാസങ്ങൾ അയ്യങ്കുളത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ബാക്കി ഇനി നമുക്ക് നോക്കാം. അയ്യങ്കുളം മാർക്കറ്റ് വന്നിട്ട് ഞങ്ങൾ ലീലാവിലാസത്തിൽ വന്നതാണ്. സംഭവം നോക്കുമ്പോൾ മാമ്പഴം കാര്യങ്ങൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ലേലം വിളിക്കാനുള്ള പരിപാടി. പല ഐറ്റം മാങ്ങകളുണ്ട്, പല ഐറ്റം മാങ്ങ, വേൾഡിലില്ലാത്ത മാങ്ങകളൊക്കെ ഉണ്ട്. ജനങ്ങളിലൊക്കെ കണ്ടോളി ഇതെന്താണ് ഏതാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളും കുറച്ച് വിളിക്കട്ടെ. ഏട്ടാ എന്തായാലും അവിടെ ലേലം വിളി തുടങ്ങിയിട്ടുണ്ട്. മാങ്ങ സൂപ്പർ മാങ്ങ 10 രൂപ 10 രൂപ മാങ്ങ 10 രൂപ 10 രൂപ കണ്ണകുട്ടിയുടെ 10 രൂപ പച്ചമാങ്ങ 10 രൂപ 10 രൂപ ഇവിടെ മൊത്തം 50 രൂപ മൊത്തം 50 രൂപ മൊത്തം 50 രൂപ മൊത്തം 50. മുളക് മുളക് മജി എത്ര കിലോ എത്രയുണ്ട് മുളക് കുട്ട? മുളക് 4 കിലോ 4 കിലോ 56 ഉദുമാനിക്ക അത് നോക്കിയോ 40 രൂപ 40 രൂപ 2 സാരം കണ്ടിട്ട് ഇതിന് ചാരപ്പോരാണ് ചോദിച്ചാലേ കിലോ 10 രൂപ 10 രൂപ ചാരക്കൊന്ന് നാടൻ 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ 11 ഇവിടെ 11 2 രൂപ 12 12 രൂപ 12 ഞാലി ജോഡി ഞാലി രണ്ടെണ്ണം അത് കുന്നം കൈ വിളിക്കാൻ പോണുള്ളൂ അതുപോലെ 25 രൂപ 26 രൂപ 30 കിലോ കിലോ 30 രൂപ 34 രൂപ 5 രൂപ ഞാൻ എടുക്കൂട്ടോ. എടുത്തോ. എന്താ ചക്ക ചക്കമുറിക്ക് ഈ കേസിന്റെ 2 ചക്ക 2 മണി 300 രൂപ 300 രൂപ 2 മണി 300 രൂപ 300 രൂപ 310 400 രൂപ 400. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള ആളാണ്. ആയിരം കൊടുത്താ അപ്പോൾ നമ്മള് അയ്യങ്കുളത്ത് വന്നിട്ട് ഉള്ള സകലകുലായ സാധനമൊക്കെ നമ്മൾ കുറേശ്ശൊക്കെ എടുത്തിട്ടുണ്ട്. ലേലം പിടിക്കാൻ വന്നതല്ല, നമ്മൾ വേറെ ആവശ്യത്തിന് വന്നാണ്. അപ്പൊ ലേലവും പിടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ തൂക്കിയിട്ട് നമ്മളും പോവാണ്. സത്യം ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നോക്കിയത് സത്യം ഇങ്ങോട്ട് നോക്കേ. അയ്യോ നല്ല വെയിറ്റ്, കുറച്ച് തേങ്ങയും പോളക്കാണ്. അത് മറ്റേ ഏതാച്ചിന്റെ കാര്യല്ലേ? ഏതാച്ച കാര്യല്ലേ? അല്ല, വേറെ ഇളച്ചി. നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് വേറെ കടയിൽ വന്നാണ്, നമ്മൾ വെറുതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ മറ്റേ സാമിയിട്ടതൊക്കെ ഒന്ന് കാട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ നാടൻ സാധനങ്ങളല്ലേ നമ്മുടെ കടയ്ക്ക് ഇരിക്കട്ടെ ചന്തയിൽ. സാധാരണ നമുക്ക് നമ്മുടെ വേലയുടെ നാടൻ സാധനങ്ങളൊക്കെ കൊണ്ടുതരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ആൾ വരുന്നില്ല, കൃഷിപ്പണി തിരക്ക്. അതിനിടയിൽ ഇപ്പം നമ്മളും കുറച്ച് നമ്മുടെ സാധനങ്ങൾ കുറച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കട തുറക്കാൻ സമയമായതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോ, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ പോവാണ്. ഓക്കെ, ബൈ.